അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം സൈനിക നീക്കങ്ങളിലും സാമ്പത്തിക ഉപരോധങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ലെന്ന് വീണ്ടും തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് നടത്തിയ പുതിയ പരിഹാസപരമായ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരു സമുദ്ര റേഡിയോ ഓഡിയോ ക്ലിപ്പിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പുതിയ നയതന്ത്ര വിവാദം രൂപപ്പെട്ടത്. ഔദ്യോഗിക പ്രസ്താവനകളുടെ പകരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പരോക്ഷ സന്ദേശങ്ങളിലൂടെയും രാജ്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന പുതിയ കാലഘട്ടത്തിന്റെ ഉദാഹരണമായാണ് ഈ സംഭവത്തെ കാണുന്നത്. വിവാദത്തിന് തുടക്കമായത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേനയുടേതെന്ന് അവകാശപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഹോർമുസ് കടലിടുക്കിലെ സമുദ്രഗതാഗതവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ അടങ്ങിയതായി പ്രചരിച്ച ആ ക്ലിപ്പിൽ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ നേതാവിന്റെ ഉത്തരവനുസരിച്ചാണ് അത് തുറക്കുക, ഏതെങ്കിലും വിഡ്ഢിയുടെ ട്വീറ്റുകൾ കൊണ്ടല്ല എന്ന തരത്തിലുള്ള പരാമർശം കേൾക്കാമെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത്. ഇതോടെയാണ് വിഡ്ഢി എന്നുദ്ദേശിച്ചത് ആരെയാണെന്ന ചർച്ച ശക്തമായത്. ചില അക്കൗണ്ടുകൾ ഈ പരാമർശം ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാഗച്ചിയാണെന്ന് വ്യാഖ്യാനിച്ചു. എന്നാൽ അതിനെ ശക്തമായി തള്ളി ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി രംഗത്തെത്തി. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആ പരാമർശം ട്രംപിനെയാണെന്ന് അവർ തുറന്നടിച്ചു. കൂടുതൽ കടുപ്പമുള്ള ഭാഷയുപയോഗിച്ച ആ പ്രതികരണം വേഗത്തിൽ വൈറലായി. ഇതോടെ സാധാരണ നയതന്ത്ര ഭാഷയുടെ പരിധി മറികടന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര പരിഹാസം പൊതുവേദിയിലെത്തുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഈ സംഭവത്തെ വെറും സോഷ്യൽ മീഡിയ തർക്കമായി മാത്രം കാണാനാവില്ല. അതിനു പിന്നിൽ നിലകൊള്ളുന്നത് ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയ വലിയ ഭൂരാഷ്ട്രീയ സംഘർഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ എപ്പോഴും നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത്. അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെ സമ്മർദ്ദ നടപടികൾ സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ടെഹ്റാൻ തിരിച്ചടിയായി ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി അവകാശപ്പെട്ടതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇറാൻ വാദിക്കുന്നത് നിലവിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ അമേരിക്ക ലംഘിച്ചുവെന്നാണ്. നാവിക ഉപരോധം പിൻവലിക്കാത്ത സാഹചര്യത്തിൽ കടലിടുക്ക് തുറക്കില്ലെന്ന നിലപാടാണ് അവർ ആവർത്തിക്കുന്നത്. മറുവശത്ത് അമേരിക്കയുടെ കാഴ്ചപ്പാട് സമുദ്രഗതാഗത സ്വാതന്ത്ര്യവും അന്താരാഷ്ട്ര നിയമങ്ങളും സംരക്ഷിക്കണമെന്നതാണ്. ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും കടുത്ത ഭാഷയിലും പ്രതിഫലിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി പോലും ആഗോള വിപണികളെ ബാധിക്കാൻ ശേഷിയുള്ളതാണ്. ലോക എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഭാഗം ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ അവിടെയുണ്ടാകുന്ന ചെറിയ സംഘർഷ സൂചന പോലും എണ്ണവില ഉയരാനും ഇൻഷുറൻസ് ചിലവ് വർദ്ധിക്കാനും വ്യാപാര അനിശ്ചിതത്വം സൃഷ്ടിക്കാനും ഇടയാക്കും. അതിനാൽ ട്രംപിനെതിരായ ഒരു സോഷ്യൽ മീഡിയ പരാമർശമെന്നതിലുപരി ഇത് വലിയ സാമ്പത്തിക പ്രതിഫലനങ്ങളുള്ള രാഷ്ട്രീയ സന്ദേശവുമാണ്. ഇന്നത്തെ ലോകത്തിൽ നയതന്ത്രം ഇനി സമ്മേളന മുറികളിലും അടച്ചകകഥകൾക്കുള്ളിലും മാത്രമല്ല നടക്കുന്നത്. എക്സ്, ട്രൂത്ത് സോഷ്യൽ, ടെലഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും രാജ്യങ്ങൾ അവരുടെ സന്ദേശങ്ങൾ കൈമാറുന്നു. ചിലപ്പോൾ ഔദ്യോഗിക പ്രസ്താവനകളേക്കാൾ ശക്തമായ സ്വാധീനമാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്കുണ്ടാക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസിയുടെ പ്രതികരണം അതിന്റെ പുതിയ ഉദാഹരണമാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ അമേരിക്ക-ഇറാൻ ബന്ധം ഇപ്പോൾ വെറും സൈനികമോ നയതന്ത്രമോ ആയ മത്സരമല്ല. അത് വിവരയുദ്ധം, പ്രചരണയുദ്ധം, മാനസിക സമ്മർദ്ദം, സാമ്പത്തിക ഭീഷണി എന്നിവയെല്ലാം ചേർന്ന ഒരു ബഹുമുഖ സംഘർഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓഡിയോ ക്ലിപ്പും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും ലോകശ്രദ്ധ നേടുന്ന കാലത്ത് ഹോർമുസ് കടലിടുക്കിലെ ഓരോ വാക്കിനും ആഗോള പ്രതിഫലനമുണ്ടാകാമെന്നതാണ് ഈ സംഭവവികാസം ഓർമ്മിപ്പിക്കുന്നത്.